ഇത് ലീക്കാക്കിയത് രമേശ് പിഷാരടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം ഇത് ശ്വേതാമേനോൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഈ AMMയുടെ പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില വിഷ്വൽസ് നമ്മൾ കാണാറില്ലേ, ഈ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നത് കുറേ വിഷ്വൽസ് ഉണ്ടല്ലോ. നമ്മൾ ഏകദേശം അതിന് സമാനമായ രീതിയിലേക്കുള്ള തല്ലും ബഹളവും നാറ്റിക്കലും ഒക്കെയാണ് ഈ AMM എന്ന് പറയുന്ന സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഏവർക്കും വിഷമമുണ്ട്. ശ്വേതാമേനോനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സംഘപരിവാർ അജണ്ടയുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വൈകിപ്പോയോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അപ്പോൾ ബഡായി ബംഗ്ലാവിലൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഒരു MLA ആയതിനു ശേഷം ആരോടാണ് പറയുന്നത്? തന്നെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ രമേശ് പിഷാരടിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നതിന് പിന്നാലെ അമ്മ സംഘടനയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിടുകയും അതിൻ്റെ കൺവീനർ സ്ഥാനം MLA കൂടിയായ രമേശ് പിഷാരടി ഒഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുന്നാണ് ഒരു ഓഡിയോ, അത് ലീക്കല്ല റിലീസാണ് എന്നാണ് പിഷാരടി പറയുന്നത്. ലീക്കും റിലീസും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്, പക്ഷേ അത് പുറത്തു വന്നതിൽ ഖേദമുണ്ടെന്നൊക്കെയാണ് പിഷാരടി പറയുന്നത്. അതിനൊപ്പം തന്നെ പക്ഷെ ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് ഇദ്ദേഹത്തെ ട്രോളിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുള്ള മറ്റ് ചില വാർത്തകളും വരുന്നുണ്ട്. അതായത് പാലക്കാടിന് മാത്രം ഇങ്ങനത്തെ MLA കിട്ടുന്നു എന്ന തരത്തിലൊക്കെ. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യവശമൊന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും രമേശ് പിഷാരടി മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒഴിയുന്നത്, ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് ആര് വന്നാലാണ് അമ്മയെ രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുക? ഇതിപ്പോൾ ഈ AMMയുടെ പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില വിഷ്വൽസ് നമ്മൾ കാണാറില്ലേ, ഈ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നത് കുറേ വിഷ്വൽസ് ഉണ്ടല്ലോ. നമ്മൾ ഏകദേശം അതിന് സമാനമായ രീതിയിലേക്കുള്ള തല്ലും ബഹളവും നാറ്റിക്കലും ഒക്കെയാണ് ഈ AMM എന്ന് പറയുന്ന സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഏവർക്കും വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ സിനിമയ്ക്കകത്ത് കാണുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം നടന്മാരുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ, യഥാർത്ഥ രൂപം, ക്യാരക്ടർ ഇതൊക്കെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം മാത്രമേ ഇവരുടെ നമുക്ക് തോന്നുന്നുള്ളൂ. 2-3 വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ഔട്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ലീക്കായിട്ടുണ്ട്. ഇത് ലീക്കാക്കിയത് രമേശ് പിഷാരടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം ഇത് ശ്വേതാമേനോൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ശ്വേതാമേനോൻ തനിച്ചാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സംഘപരിവാർ ശക്തികളുടെ കൃത്യമായ ഒരു കൺട്രോൾ ശ്വേതാമേനോന് വേണ്ടുണ്ട്. ശ്വേതാമേനോനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ സംഘപരിവാർ അജണ്ടയുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വൈകിപ്പോയോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന സംഭവം എന്താണ്? പിഷാരടിയും അതോടൊപ്പം ശ്വേതാമേനോനും തമ്മിൽ നടന്നിരിക്കുന്ന ഒരു സംഭാഷണം. പിഷാരടി ഫോൺ വിളിച്ചിട്ട് ശ്വേതയോട് ചോദിക്കുന്നു, എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ക്രൗൺ പ്ലാസിലാണെന്ന് പറയുന്നു. അപ്പോൾ പിഷാരടി ചിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ഹസ്ബൻഡ് വരും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്രൗൺ പ്ലാസ വന്നിരിക്കുന്നത്. അപ്പോൾ വെച്ച് ഹസ്ബൻഡ് വന്നതിന് ശേഷമാണോ പരിപാടി എന്ന് ചോദിക്കുന്നത്. അതൊരു ഡബിൾ മീനിങ്ങിനുള്ളൊരു ചോദ്യമാണ്. പക്ഷേ അത് സൗഹൃദങ്ങൾക്കിടയിൽ ചോദിച്ച ചോദ്യമാണ്. പിഷാരടിയും ശ്വേതാമേനോനുമായിട്ട് ഈ വിഷയം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന സമയത്ത് രസകരമായിട്ട് അങ്ങോട്ട് പറഞ്ഞതാണ്. ഒന്ന് സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ രമേശ് പിഷാരടി ഒരു MLA ആണ്. ഒരു MLA പാലിക്കേണ്ട ചില പക്വതയുണ്ട്, അല്ലെങ്കിൽ ചില നിലപാടുകളുണ്ട്. നേരത്തെ രമേശ് പിഷാരടി അല്ല ഇപ്പോഴത്തെ രമേശ് പിഷാരടി എന്ന് പറയുന്നത്. നേരത്തെ രമേശ് പിഷാരടിക്ക് എന്തും പറയാമായിരുന്നു. ധർമ്മജനും പറഞ്ഞ പിഷാരടിയും മുകേഷൊക്കെ കൂടി ആര്യയെ കൂടെ ചേർന്ന് നമ്മളെ ബഡായി ബംഗ്ലാവിൽ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങിയാണ് രമേശ് പിഷാരടിയെ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ബഡായി ബംഗ്ലാവിലൊക്കെ പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഒരു MLA ആയതിനു ശേഷം ആരോടാണ് പറയുന്നത്? തന്നെക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനോടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ രമേശ് പിഷാരടിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രമേശ് പിഷാരടിയുടെ ഈ പ്രാവശ്യത്തെ ഈ പരിപാടി അങ്ങോട്ട് പൊളിഞ്ഞുപോയി. രമേശ് പിഷാരടിയെ സംബന്ധിച്ച് കുറച്ച് ഉത്സാഹം കൂടുതലായിരുന്നു. ഒരു പ്രാവശ്യം രമേശ് പിഷാരടി ഈ പറഞ്ഞ AMMയുടെ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷവും ഭരണഘടനാ പ്രകാരം ഒരു സ്ത്രീ പ്രാതിനിധ്യം വേണമായിരുന്നു. അങ്ങനെ അതിനു വേണ്ടിയിട്ട് രാജിവെച്ചിറങ്ങിയാലാണ് രമേശ് പിഷാരടി. അപ്പോൾ അങ്ങനത്തെ ആ ഒഴിവിലേക്കാണ് അൻസിബ എക്സിക്യൂട്ടീവ് അക്കോമഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പിഷാരടിയാണ് പിന്നീട് രാജിവെച്ചത്. അന്ന് അൻസിബ മത്സരിക്കുകയോ പരാജയപ്പെടുകയോ അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ടായിരിക്കാം അൻസിബയോട് രമേശ് പിഷാരടി പറഞ്ഞ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ അൻസിബ അത് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒരു കോംപ്രമൈസിന് പിഷാരടി ശ്രമിച്ചതായിരിക്കാം. എങ്കിൽ തന്നെയും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ അൻസിബയെ കടവന്ത്ര സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം
അവിടെ പിടിച്ചിരുത്തി കുറേ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷവും ഇവരുടെ മൊഴിയെടുക്കാനോ ഇവരുടെ കേസ് പരിഗണിക്കാനോ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. അതുകൂടാണ്ട് തന്നെ ഈ കുട്ടിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ, അൻസിബയെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ടിനി ടോം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇവരെ ജിഹാദിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പരാതി. മതപരിവർത്തനത്തിന് പരിശ്രമിച്ചു എന്നൊക്കെയാണ് ഉള്ള ആരോപണങ്ങളാണ് ഈ ടിനി ടോം ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടിനി ടോമിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രമേശ് പിഷാരടി, ടിനി ടോം ഇവരെല്ലാം ഒരു ടീമായിട്ട് നടന്നിരുന്ന ആളുകളാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പുരുഷാധിപത്യമുണ്ട്. ആ പുരുഷാധിപത്യം തീർച്ചയായിട്ടും അവർ ഈ സ്ത്രീകളുടെ മേൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പുരുഷാധിപത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഇന്നലെ ചില ആളുകൾ പറയുന്നുണ്ട് ദിലീപേട്ടൻ്റെ കണ്ണുനീരാണ് ഇപ്പോഴത്തെ AMMയുടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ വിചിത്രമായിട്ട് തോന്നുന്ന വാദങ്ങളാണ്. ഒരു കാര്യമുണ്ട്, ദിലീപ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അമ്മയിൽ കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി കാര്യങ്ങൾ പോയിരുന്നു. അത് മറ്റൊരു വസ്തുതയാണ്. അദ്ദേഹമാണ് 2020 എന്നുള്ള ഒരു സിനിമ പിടിക്കുകയും AMMA സംഘടനയ്ക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതിലൊക്കെ അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നു. അദ്ദേഹം നല്ലൊരു ഓർഗനൈസറും കൂടെ കൂടിയിട്ടാണ്, അതൊക്കെ സമ്മതിക്കാം. പക്ഷേ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് അർത്ഥം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MLA ആയ രമേശ് പിഷാരടിയെ എല്ലാവരും അംഗീകരിക്കും എന്ന് ആര് കരുതി? രമേശ് പിഷാരടി കരുതി. പക്ഷേ ഈ രമേശ് പിഷാരടിയോട് എല്ലാവർക്കും ഈ കുശുമ്പും അസൂയയും തന്നെ മാത്രമാണ് ഉള്ളതെന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ രമേശ് പിഷാരടി വൈകിപ്പോയി. അതുകൂടാതെ തന്നെ എന്താ കാര്യം വെച്ചാൽ ഈ സിനിമയിലുള്ള ആളുകളെല്ലാം ആർട്ടിസ്റ്റുകളാണ്, കലാകാരന്മാരാണ്. ഇവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് മിടുക്കനായിട്ട് നിൽക്കുന്ന ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവരെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രമേശ് പിഷാരടി കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിഷാരടിക്ക് അല്പം പൊളിറ്റിക്സ് ഉണ്ട്, നല്ല ഹ്യൂമർ, ശരിക്കും സംസാരിക്കാൻ ശേഷിയുള്ള ഒരാളാണ്, നല്ല രീതിയിൽ കൗണ്ടർ അടിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ രമേശ് പിഷാരടി വിചാരിച്ചു രമേശ് പിഷാരടി ഒരു MLA കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രമേശ് പിഷാരടി പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കും. അതുകൂടാതെ തന്നെ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഇപ്പോൾ രമേശ് പിഷാരടി. മമ്മൂട്ടി എവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെയെല്ലാം ഈ പറഞ്ഞ രമേശ് പിഷാരടി ഉണ്ടാവും. ഈ മമ്മൂട്ടിയെ എന്താ പറയുക കോൺഗ്രസ് വേദികളിലേക്ക്, അതായത് മുഖ്യമന്ത്രിക്കുള്ള സ്വീകരണത്തിലേക്ക് വരെ എത്തിച്ചത്, നമ്മുടെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സ്വീകരണത്തിലേക്ക് വരെ എത്തിച്ചത് രമേശ് പിഷാരടിയുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള രമേശ് പിഷാരടി കരുതുന്നത് എന്താ വെച്ചാൽ താൻ പറയുന്നത് എല്ലാവരും അനുസരിക്കും, താൻ മമ്മൂട്ടിയുടെ ആളാണ് എന്ന് കരുതി. എന്നാൽ അമ്മയ്ക്കകത്തെ വിളഞ്ഞ വിത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണ ആർക്കുണ്ടായിരുന്നില്ല വെച്ചാൽ രമേശ് പിഷാരടിക്ക് ഉണ്ടായിരുന്നില്ല. 7 മണിക്കൂർ സമയത്തോളം AMMയുടെ മീറ്റിങ്ങിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ശ്വേതാ മേനോൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് ചീത്തകൾ കേൾക്കേണ്ടി വന്നു പറഞ്ഞത്. ബാബുരാജിൻ്റെ തനി വില്ലനിസം പുറത്തെടുത്തു എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അതിനുശേഷവും പിന്നീട് താൻ രാജിവെച്ചു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം, അമ്മയിൽ നിന്ന് തന്നെ രാജിവെച്ചു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷവും താക്കോല് കൊടുക്കാതെ ക്യാബിൻ പൂട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കുന്ന ഒരു രീതിയാണ് ശ്വേതാ മേനോൻ്റെ ഭാഗത്തുണ്ട്. അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ ഒരു അഡ്ഹോക് കമ്മിറ്റി വരുന്നു. ഈ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായിട്ടാണ് ഈ രമേശ് പിഷാരടി വരുന്നത്. അപ്പോൾ രമേശ് പിഷാരടി എല്ലാവരുമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പവറുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം MLA ആണ്, അദ്ദേഹം എന്തോ ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അൻസിബയോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അൻസിബ നിങ്ങൾ ക്ഷമ എഴുതി തരണം. അൻസിബ എന്തിനാണ് ക്ഷമ എഴുതി കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ, പരാതിക്കാരി അൻസിബയാണെന്ന്. ഈ അൻസിബ എന്തിനാണ് ക്ഷമ എഴുതി കൊടുക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു? അപ്പോൾ അൻസിബയെ സംബന്ധിച്ചിട്ട് അൻസിബയുടെ ഭാഗത്ത് ന്യായമുണ്ട്. അൻസിബ വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇതേ രീതിയിലായിരുന്നോ രമേശ് പിഷാരടി പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ശ്വേതാ മേനോനും രമേശ് പിഷാരടി ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്നാൽ ശ്വേതാ മേനോനെ സംബന്ധിച്ച് ശ്വേതാ മേനോൻ ഒരു സംഘപരിവാറിൻ്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു AMMA പ്രസിഡൻ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു രമേശ് പിഷാരടി ഇടപെടാൻ വേണ്ടിയിട്ട്. കാരണം രമേശ് പിഷാരടിയെ സംബന്ധിച്ചിട്ട് രമേശ് പിഷാരടി ഒരു MLA ആണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാക്കും, അതായത് സംശയമൊന്നും വേണ്ട. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ കഴിഞ്ഞിട്ട് പാലക്കാട് ജസ്റ്റ് ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. അവിടുത്തെ കോൺഗ്രസ്സുകാരൊന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതുകൊണ്ട് പ്രക്ഷോഭിൻ്റെ അറസ്റ്റ്, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ പാലക്കാടുണ്ട്. അപ്പോൾ പാലക്കാട് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായിട്ട് നിൽക്കുന്ന സമയത്താണ് ദാ വരുന്നു രമേശ് പിഷാരടിയുടെ എന്താ പരിപാടി, ഭർത്താവ് വന്നിട്ടാണല്ലേ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഊളച്ചിരിയിരിക്കുന്നത്. ആ ഊളച്ചിരിയും ഈ രമേശ് പിഷാരയുടെ ഈ ഒരു ഡയലോഗും രമേശ് പിഷാരടിയുടെ ക്രെഡിബിലിറ്റി തന്നെ നശിപ്പിച്ചു കളഞ്ഞോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും, ശ്വേതാ മേനോൻ ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത് അവരുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കും. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 2 ആളുകൾ തമ്മിലുള്ള സംഭാഷണം, ആ സംഭാഷണം പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നടത്തുന്ന സംഭാഷണമാണ്. ആ സംഭാഷണത്തെ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് എടുത്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഏറ്റവും വലിയ ചെറ്റത്തരമാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ശ്വേതാ മേനോനെ വിശ്വസിച്ച് ഈ ഇൻഡസ്ട്രിയിലെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമോ? ഫോൺ വിളിക്കില്ല എന്തായാലും. ഒരാളെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കുമോ? ഒരക്ഷരം ഫോൺ വിളിച്ച് സംസാരിക്കില്ലല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചതാണ്? ലക്ഷ്മി പ്രിയ എന്ന് പഠിച്ചതാണോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും കാണിച്ച പണി വളരെ മോശമാണ്. എന്നാൽ ഒരു MLA എന്നുള്ള രീതിയിൽ രമേശ് പിഷാരടിയും സംസാരിക്കേണ്ട രീതികളുണ്ട്. ആ രീതികൾ ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇതിലും വലിയ അബദ്ധത്തിൽ പോയി ചാടാനുള്ള സാധ്യതകളുണ്ട് എന്ന് രമേശ് പിഷാരടിയെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ശ്വേതാ മേനോൻ കാണിച്ചത് വെറും ചെറ്റത്തരമാണ്. ഇനി ശ്വേതാ മേനോന് ആരും ഫോൺ ചെയ്ത് ഒന്നും സംസാരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയുമാണ്.